സിനിമയും അതല്ലെങ്കിൽ കലയും സ്പോർട്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് സ്പോർട്സിൽ ഒന്നാം സ്ഥാനം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓട്ടക്കളത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കഴിഞ്ഞാൽ അയാൾക്ക് സമ്മാനം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ബെർലിൻ ഒളിമ്പിക്സിൽ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം ആ വർഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ബെർലിൻ ഒളിമ്പിക്സിൽ അഡോൾഫ് ഹിറ്റ്ലർ ജെസി ഓവൻസിന് ഒന്നാം സമ്മാനം കിട്ടിയപ്പോൾ സ്വർണ്ണ മെഡൽ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തിന്? ജെസി ഓവൻസ് ഓടിയത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. അമേരിക്കയിലെ പ്രസിഡന്റ് പോലും ശക്തമായ രീതിയിൽ അദ്ദേഹത്തെ, ജെസി ഓവൻസിനെ ഒരു ടെലഗ്രാം പോലും അയക്കാതെ അവഗണിച്ച് കളഞ്ഞു എന്ന് ജെസി ഓവൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അവർക്ക് ഇഷ്ടപ്പെട്ട ആളല്ല ഹിറ്റ്ലർ. നോക്കിയപ്പോൾ തൻ്റെ ജാതിപ്പെട്ട ആളല്ല, ആര്യൻ, തൻ്റെ വംശത്തിൽപ്പെട്ട തൻ്റെ ജർമ്മൻകാർ കപ്പ് സ്വർണ്ണം നേടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം കൊടുക്കാതിരുന്നത്. ഇവിടെ എല്ലാ രാജാക്കന്മാരും അങ്ങനെയാണ്. ഇപ്പം തിരുനാൾ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ സംഗീതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ, ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിൽ ചിത്രകലയ്ക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. അപ്പോൾ അത്തരം കലകളൊക്കെ വളർന്നു. എല്ലായ്പ്പോഴും എല്ലാ ഭരണകർത്താക്കളും രാജാക്കന്മാരൊക്കെ അവരവർക്ക് പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനാണ് എപ്പോഴും താല്പര്യപ്പെടുക. ജനാധിപത്യ വ്യവസ്ഥയിലും ഏറെക്കുറെയൊക്കെ അങ്ങനെ തന്നെയാണ്. തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കാരണമാണ്. അപ്പോൾ ഏത് സംസ്ഥാന സർക്കാരായാലും കൊള്ളാം, ഏത് സർക്കാരായാലും കൊള്ളാം, എല്ലായ്പ്പോഴും അങ്ങനെ ഒരു ഇഷ്ടം കൂടി ഈ അവാർഡ് നിശ്ചയിക്കുന്നതിൽ കടന്നു വരും. അപ്പം സിനിമയാകുമ്പം അതിനെ കൂട്ടർക്ക് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ അടുത്ത് മാറ്റി വയ്ക്കാം. സ്പോർട്സ് ആകുമ്പോൾ അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതാണ് നേരത്തെ ജെസി ഓവൻസിൻ്റെ കാര്യം പറഞ്ഞത്. സ്പോർട്സ് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ പക്ഷേ ഇത്തരമൊരു സബ്ജക്റ്റ് അത് വാണിജ്യ തലത്തിൽ വിജയിച്ചു എന്നതിൽ ബ്ലസ്സിയും ടീമംഗങ്ങളും ആടുജീവിതം സിനിമയ്ക്ക് അത്രയും ടീം എഫേർട്ടിന് കിട്ടിയ വലിയ അംഗീകാരമാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ സിനിമ വളരെയധികം സാമ്പത്തിക ചിലവുള്ള ഒരു കലാരൂപമാണ്. അപ്പോൾ അതിനാൽ സാമ്പത്തികം തിരിച്ചു കിട്ടിയത് വലിയ കാര്യമാണ്. പക്ഷേ അവാർഡ് കിട്ടിയില്ല എന്നോർത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ആടുജീവിതം എന്ന സിനിമയിലെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് പ്രധാനപ്പെട്ട കാര്യം പാട്ടുകളാണ്. രണ്ടാമത്തെ കാര്യം, ഒട്ടനവധി കഥാപാത്രങ്ങൾ വരുമ്പോൾ പ്രധാന കഥാപാത്രത്തെ ഫോക്കസ് ചെയ്യുന്നതിൽ വീഴ്ച വരാറുണ്ട്. ഒട്ടനവധി കഥാപാത്രങ്ങൾ വെബ് സീരീസ് നല്ലതാണ്. ഒട്ടനവധി കഥാപാത്രങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാണികൾക്ക് ബോറിങ് കുറവായിരിക്കും. ഇവിടെ പൃഥ്വിരാജ് മാത്രമായിരിക്കും കുഴപ്പം ഉണ്ടായിരുന്നത്. പൃഥ്വിരാജിൻ്റെ ഒപ്പം വേറൊരു സഹനടനം ഉണ്ടായി. അങ്ങനെ അവരെല്ലാം കൂടി ഒരുമിച്ച് രക്ഷപ്പെടുന്നതാണ് ആ ചിത്രത്തിൻ്റെ കാണിച്ചിരിക്കുന്നത്. അപ്പം പകുതി ശ്രദ്ധ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ കഥാപാത്രത്തിനുള്ള ഫോക്കസ് കുറയാനും കാരണവും. അപ്പോൾ ആടുജീവിതത്തിന് ഇത്തരം ചില പോരായ്മകളുണ്ട്. പക്ഷേ ഇതിന് അവാർഡ് ലഭിച്ചില്ല എന്നോർത്ത് നിരാശപ്പെടേണ്ട കാര്യം.